അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അളമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ആയത്തിന് ശേഷം അള്ളാഹിൻ്റെ ആ മഹത്വം, എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹനാകുന്നത്, അതെല്ലാം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധയാണ്. അടുത്ത ആയത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ആ സത്യവും അസത്യവും എല്ലാം വളരെ കൃത്യമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുകയാണ്. ഒരാളെയും അത് അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഓരോ ആളുകളുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് സ്വീകരിക്കാം. അതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് അയാൾ കണ്ടുമുട്ടേണ്ടി വരും. അതാണ് അള്ളാഹു പിന്നീട് പറയുന്നത്. കാരണം നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്ന വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, സൂറത്ത് ഖാഫിൻ്റെ 16-ാമത്തെ ആയത്ത്. നമ്മളെക്കാൾ അറിയാവുന്ന അലാ യഅലമു മൻ ഖലഖ്, നമ്മുടെ ഹൃദയങ്ങളെക്കാൾ നമ്മളോട് അടുത്ത ആ റബ്ബിൻ്റേതാണ് ഈ ഒരു മതം. ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മക്കയിൽ ശത്രുക്കൾ ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ച് അവസാനം അവരുടെ നിർബന്ധം കാരണം കുഫറിൻ്റെ ആ നിഷേധത്തിൻ്റെ ചില പദങ്ങൾ അദ്ദേഹം നാവുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം വിഷമം കാരണം പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, കൈഫ യാ അമ്മാർ കൈഫ തജിദു ഫീ ഖൽബിക്, അമ്മാർ നിങ്ങൾ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് രൂപത്തിലാണ് ഈ സമയത്ത് വിശ്വാസമുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ദൃഢമായ അതേ രൂപത്തിൽ തന്നെയുണ്ട്. അവരുടെ നിർബന്ധം കാരണം ഞാൻ നാവുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇനിയും അഥവാ അവർ ആ ക്രൂരതകൾ ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ ആ ദൃഢവിശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങൾ വിശ്വാസിയാണ്. കാരണം അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല, മറിച്ച് വലാകിൻ അല്ലാഹ യൻദുറു ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയം അറിയാവുന്നവൻ്റേതാണ് ഈ ഒരു മതം. അതുകൊണ്ട് തന്നെ ഈ ഒരു മതം ഒരു നിലക്കും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാനും സാധ്യമല്ല. ചിന്തിച്ചു നോക്ക്, അതായത് ഇപ്പം നിങ്ങളൊരാളെ നിർബന്ധിച്ച് അയാൾക്ക് യാതൊരു ഇഷ്ടമില്ലാതെ ഫോഴ്സ്ഫുള്ളി അയാളെ മുസ്ലിം ആക്കി എന്ന് കരുതുക. അപ്പോൾ അയാളുടെ അകത്ത്, അയാളുടെ ഹൃദയത്തിൽ അപ്പോഴും അയാൾ നിഷേധിയാകും. പുറമേക്ക് മാത്രമാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. അത് കാപട്യമാണ്. അപ്പം അള്ളാഹിൻ്റെ കണ്ണിൽ അയാൾ ആ അവിശ്വാസത്തിൽ തുടരുന്നതാണ് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ബെറ്റർ. പിന്നെ എങ്ങനെയാണ് ഒരാളെ നിർബന്ധിക്കുക? അപ്പം അതുകൊണ്ട് തന്നെ ഒരു നിലക്കും